ഹായ്, ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കായ്പോളയാണ് കാണിക്കുന്നത്. കായ്പോള എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ബ്രെഡൊന്നും ചേർക്കാറില്ല പൊതുവേ ഉണ്ടാക്കുന്ന കായ്പോളയിൽ. പക്ഷേ ഈ ഒരു കായ്പോളയിൽ ഞാൻ ബ്രെഡൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായ്പോളയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും. അതും കൂടി മറക്കാതെ പ്രസ് ചെയ്യുക, ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴമായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം പഴുത്തിട്ടുണ്ട്, പക്ഷെ നല്ലോണം പഴുത്ത പഴമല്ല. ഈ ഒരു പഴം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടാം. ഇങ്ങനെ പഴം കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ അത്യാവശ്യം ചൂടായി വന്നാൽ നമുക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് താല്പര്യമില്ലെങ്കിൽ ഓയിലായാലും ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പഞ്ചസാരയിൽ വിളയിച്ചെടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ പഴം അത്രയ്ക്ക് അങ്ങ് പഴുത്തിട്ടില്ല. അപ്പോൾ പഴുത്ത പഴമാണെങ്കിൽ നമുക്കിതിലേക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് പഴം നന്നായിട്ട് വേവിച്ചെടുക്കാം. പഴം ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ടയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഏലക്കായ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പൊടിച്ച് വെച്ചത് തീർന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഏലക്കായ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് നല്ലോണം പതപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സാക്കി കിട്ടണം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴത്തിൻ്റെ ആ ഫില്ലിംഗ് ഒന്ന് നോക്കാം. ഇപ്പോൾ പഴം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കടിക്കാനൊന്നും കിട്ടില്ല, നല്ലോണം ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തീരെ കടിക്കാനൊന്നും വേണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇത് അത്ര വലിയ പീസൊന്നുമല്ല. അവസാനം പൊതുവേ നമ്മൾ ഇതിലേക്ക് മുട്ടയും ചേർക്കാറുണ്ട്, പിന്നെ തേങ്ങ ചിരവിയതും ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ മുട്ട ചേർക്കുന്നില്ല, തേങ്ങ ചിരവിയത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിങ് ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഞാനിതിലേക്ക് ഒരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ചെറിയ ബ്രെഡ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ബ്രെഡാണെങ്കിൽ ഇത്രയൊന്നും വേണ്ടി വരില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന സോസ് പാൻ്റെ ഒക്കെ സൈസിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ എല്ലാ സൈഡിലുള്ള ഈ അരുഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് മുറിച്ച് മാറ്റാം. ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. പോളക്ക് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. സോസ് പാൻ അല്ലെങ്കിൽ ഫ്രൈ പാൻ എടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ടീസ്പൂണോളം നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം താഴ്ഭാഗം നമുക്ക് നിരത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ചിക്കൻ കേക്കൊക്കെ ചെയ്യുന്നില്ലേ ബ്രെഡ് വെച്ചിട്ട്, അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഫില്ലിംഗ് ഒന്ന് മാറ്റം വരുത്തിയേ ഉള്ളൂ. മാക്സിമം താഴെ ബേസ് നന്നായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബ്രെഡ് കട്ട് ചെയ്തിട്ടാണെങ്കിൽ കട്ട് ചെയ്തിട്ടായാലും നിങ്ങൾ ബേസ് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിംഗ് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് 3 ലെയറായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്രെഡിൻ്റെ മുട്ടയുടെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പഴത്തിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. ഇനി ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടും ഇതിൻ്റെ മുകളിലായിട്ടും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ സാധാരണ കായ്പോള റെഡിയാക്കി എടുക്കുന്നത് പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇത് കിട്ടൂല, ബ്രെഡ് ലെയർ ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെതായ പരിമിതി ഉണ്ടാവും. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് തട്ടിക്കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കണം. മറ്റേ ഭാഗം പെട്ടെന്ന് റെഡിയാവും. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് കൊടുത്താൽ മതി, അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്, നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. പിന്നെ ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. നടുവിൽ നല്ല പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ബ്രെഡ് പൊതുവേ നമ്മൾ മധുരം ആക്കി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ, അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് സ്നാക്കായിട്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.